Good afternoon. Welcome to the world of information and communications technology. Previous class, we already discussed about the conditional statements in Python language. That is, if else statements in Python language. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു അല്ലേ. എൻ്റർ യുവർ സ്കോർ എന്താണ് എബവ് 80 ആണെങ്കിൽ, അല്ലെങ്കിൽ എബവ് 80 ആൻഡ് ഈക്വൽ ടു 80 ആണെങ്കിൽ എന്താണ് കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ് എന്ന് പ്രിൻറ്റ് സ്റ്റേറ്റിൽ കൊടുത്തത് പ്രിൻറ്റ് ചെയ്യിക്കുന്നതും. ലെസ് ദാൻ 80 80-ൽ കുറവായിട്ടുള്ള മാർക്കാണെങ്കിൽ സോറി യു ആർ നോട്ട് സെലക്റ്റഡ് എന്നും ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടുഡേ we are going to discuss about the range function in Python language and the looping statements. Okay, that is for loop. Okay, first, range. What is range? R-A-N-G-E, range. Okay, first all of you take your 52 page number 52 പേജ് നമ്പർ 52 എല്ലാവരും എടുത്തു വെക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. റേഞ്ച് ഇൻ പൈത്തൺ ലാംഗ്വേജ്, റേഞ്ച് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്. പൈത്തൺ ഭാഷയിൽ ഒരു കൂട്ടം വിലകളെ സൂചിപ്പിക്കാനാണ് റേഞ്ച് ഉപയോഗിക്കുന്നത്. റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പൈത്തൺ ഭാഷയിൽ ഒരു കൂട്ടം വിലകളെ സൂചിപ്പിക്കാനാണ് റേഞ്ച് ഉപയോഗിക്കുന്നത്. റേഞ്ച് 10 in brackets. Okay, range 10 indicates 10 numbers lesser than 10. Here the starting number is 0 and 1 is considered as the increase. Therefore the numbers will be 0, 1, 2, 3, 4, 5, 7, 8, 9. ഓക്കെ, എന്താണ് റേഞ്ച് 10 എന്നത് 10-ൽ കുറവായ 10 സംഖ്യകളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിംഗ് നമ്പർ 0 ആയും എന്താണ് ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ വർധന 1 ആയും പരിഗണിക്കുന്നു. അതായത് 0, 1, 2, 3 എന്താണ് എക്സെട്ര ടു 9. ഓക്കെ, 0 to 9. ഓക്കെ, 10-ൽ കുറവായ 10 സംഖ്യകൾ സ്റ്റാർട്ടിങ് ഫ്രം 0. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച് 1, 10. റേഞ്ച് 1, 10 ഇൻഡിക്കേറ്റ്സ് 10 numbers less than 10 starting from 1. Here the increase is 1. Therefore it will be 1 to 9. ഓക്കെ, റേഞ്ച് 1, 10 എന്നത് 10-ൽ കുറവായ 1 മുതലുള്ള സംഖ്യകളെ സൂചിപ്പിക്കുന്നു. ഇവിടെ വർധന എന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 to 9 ആയിരിക്കും അല്ലേ. 1, 2, 3, 4, 5, 6, 9. ഓക്കെ, 10-ൽ കുറവായ 1 മുതലുള്ള സംഖ്യകൾ. അപ്പോൾ 9 വരെ, 1 മുതൽ 9 വരെ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ റേഞ്ച് 10 എന്നുള്ളതിൽ എന്താണ് 10-ൽ കുറവായ 10 സംഖ്യകളെ സൂചിപ്പിക്കുന്നു. പക്ഷെ അവിടെ എന്താണ് ഒരു ഡിഫറൻസ് ഉണ്ട്. അവരുടെ സ്റ്റാർട്ടിങ് 0 ആണ്, ഇവിടെ എന്താണ് സ്റ്റാർട്ടിങ് 1 ആണ്. 1 മുതലുള്ള സംഖ്യകളാണ് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് റേഞ്ച് 1, 20, 2. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് odd numbers that are lesser than 20. Odd numbers, okay, lesser than 20 starting from 1. Yes, here the increase will be 2. Increase will be 2. Therefore it will be 1, 3, 5, 7, 9, 11, 13, 15, 17, 19. Okay, റേഞ്ച് 1, 20, 2 എന്നത്
20-ൽ കുറവായ 1 മുതലുള്ള ഒറ്റ സംഖ്യകൾ. എന്താണ്? റേഞ്ച് 1,20,2 എന്നത് 20-ൽ കുറവായ ലെസ് ദാൻ 20, 20-ൽ കുറവായ 1 മുതലുള്ള ഒറ്റ സംഖ്യകൾ. സ്റ്റാർട്ടിങ് ഫ്രം 1 ഒറ്റ സംഖ്യകളാണ്. ഓക്കെ, ഇവിടെ വർധന ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് നമ്പർ ആണ്, 1 മുതലുള്ള സംഖ്യകളാണ്. എന്താണ്? 20-ൽ കുറവായ ലെസ് ദാൻ 20 ആണ്. നെക്സ്റ്റ് നമ്പർ എന്താണ്? 2. 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻക്രിമെന്റ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ അതായത് 1, 3, 5, 7, 9, 11, 13, 15, 17, 19 അല്ലേ? 19 വരെ വരും അല്ലേ? 20-ൽ കുറവായത് എന്ന് പറയുമ്പോൾ 19 വരെ വരും. സ്റ്റാർട്ടിങ് ഫ്രോം 1, ഇൻക്രിമെന്റ് 1 ആയിരിക്കും അല്ലേ? 1 + 2 3, 3 + 2 5, 5 + 2 7 അങ്ങനെ. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻ നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ടേബിളിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിനോട്ടഡ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ? നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്, സൂചിപ്പിക്കുന്ന സംഖ്യകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എങ്ങനെ? കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിളും പഠിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ ഫില്ല് ചെയ്താൽ മതി. പക്ഷേ എന്താണ്, ഞാൻ നിങ്ങൾക്ക് പൈത്തൺ ഷെല്ലിൽ ഇതെങ്ങനെ ടൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിതിപ്പോൾ പൈത്തൺ ഷെല്ലിലാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഫയലിൽ ന്യൂ എടുത്ത് പുതിയൊരു വിൻഡോയിലുള്ള പൈത്തൺ ഷെല്ലിലാണ് നമ്മളിപ്പോൾ റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പൈത്തൺ ഷെല്ലിൽ റൺ ചെയ്യുമ്പോൾ റേഞ്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് കൊടുക്കണം ലിസ്റ്റ് റേഞ്ച് എന്ന് കൊടുക്കണം. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? വൈൽ റണ്ണിങ് പൈത്തൺ ഷെൽ ഇൻസ്റ്റെഡ് ഓഫ് റേഞ്ച് ഫംഗ്ഷൻ ഇൻഡിക്കേറ്റ് ലിസ്റ്റ് റേഞ്ച്. ഓക്കെ, ഇവിടെ റേഞ്ച് 3,100,5 എന്നുള്ള എന്ത് കൊടുക്കണം? പൈത്തൺ ഷെല്ലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കണം? ലിസ്റ്റ് റേഞ്ച് ഇൻ ബ്രാക്കറ്റ്സ് എന്ന് കൊടുക്കണം 305 എന്ന് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിയലി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഷെൽ വിൻഡോ വന്നു അല്ലേ? പൈത്തൺ ഷെൽ വിൻഡോ വന്നു. ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതാണ് 305 അല്ലേ? അപ്പോൾ റേഞ്ച് എന്ന് കൊടുക്കാൻ പാടില്ല, ലിസ്റ്റ് റേഞ്ചാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത് പൈത്തൺ ഷെല്ലിൽ മാത്രം ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ്. ലിസ്റ്റ് റേഞ്ച്. ഓക്കെ, ബ്രാക്കറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നോക്കണം. എന്താണ്? ലിസ്റ്റ് റേഞ്ച് 305. 2 ബ്രാക്കറ്റ്സും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? 305 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് നമ്പർ എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് നമ്പർ 3 ആയിരിക്കും അല്ലേ? ഓക്കെ, എന്താണ്? അപ് ടു 100 വരെ ആയിരിക്കും. അപ് ടു 100 അല്ല, ലെസ് ദാൻ 100 വരെ ആയിരിക്കും അല്ലേ? ഇൻക്രിമെൻ്റ് എത്രയായിരിക്കും? യെസ്, 5. ഓക്കെ, ആഫ്റ്റർ പ്രസ്സിങ് എൻ്റർ കീ you can see the output starting from 3. 3 + 5 8, 8 + 5 13, 13 + 18 അങ്ങനെ നിങ്ങൾക്ക് ഏത് വരെ കാണാം? 98 വരെ കാണാം. എന്തുകൊണ്ടാണ് 98-ൽ അവസാനിച്ചത്? 98 + 5 എന്ന് പറയുന്നത് എന്താണ്? 103, 103 അല്ലേ? അത് 100-ൽ കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് 98-ൽ എന്താണ് എൻഡ് ചെയ്തത്, അവസാനിച്ചത്. 98 + 5 എന്ന് പറയുന്നത് 103 ആണ് അല്ലേ? 103 എന്ന് പറയുന്നത് 100-ൽ കൂടുതലാണ് അല്ലേ? നമ്മൾ 100-ൽ കുറവ് എന്നുള്ളതാണ് നമ്മുടെ ലിസ്റ്റ് റേഞ്ച് ഫംഗ്ഷനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 98-ൽ അവസാനിച്ചത്. അതുപോലെ അടുത്ത നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് റേഞ്ച്. അത് നിങ്ങളവിടെ നോട്ട് ചെയ്യണം ടെക്സ്റ്റിൽ. ലിസ്റ്റ് റേഞ്ച് 0,50,10. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ്? സ്റ്റാർട്ടിങ് 0 ആയിരിക്കും, 10 വെച്ചിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. എന്താണ്? ലെസ് ദാൻ 50 വരെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്? യെസ്, 40 അല്ലേ ഉണ്ടാവും, 40 വരെ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? യെസ്, 0, 10, 20, 30, 40. എന്തുകൊണ്ടാണ് 50 വരാത്തത്? 50 ലെസ് ദാൻ 50 ആണ് നമ്മൾ പറഞ്ഞത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 പറഞ്ഞിട്ടില്ല. 50-ൽ കുറവായ
സംഖ്യകൾ എന്ന് മാത്രമേ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം 0. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണ്? 50 ലെസ് ദാൻ 50, 50 കുറവായ സംഖ്യകൾ മാത്രം. ഇതിൻ്റെ മീനിങ് എന്താണ്? 10, ഇൻക്രിമെൻറ്റ് 10 ആയിരിക്കും അല്ലേ, വർധന എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ 0 + 10 10, 10 + 10 20, 20 + 10 13, 30 + 10 40, 40 + 10 വരില്ല, കാരണം 50 കുറവാണ് അല്ലേ. അപ്പോൾ 50 വരില്ല. ഈക്വൽ ടു 15 ഇവിടെ പറഞ്ഞിട്ടില്ല, 50 കുറവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 50 വരില്ല. ഓക്കെ, അതുപോലെ നമ്മൾ ലിസ്റ്റ് റേഞ്ച് 50, -0, -10. ശ്രദ്ധിക്കണം, മൈനസ് ആണ് ഇവിടെ. അപ്പോൾ എന്താണ് സ്റ്റാർട്ടിംഗ് നമ്പർ? എന്തായിരിക്കും സ്റ്റാർട്ടിംഗ് നമ്പർ? എന്തായിരിക്കും? യെസ്, 50 അല്ലേ. എന്താണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്? നമുക്ക് നോക്കാം അല്ലേ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? എന്താണ് 50 അല്ലേ. ഇൻക്രിമെൻ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഇൻക്രിമെൻ്റ് -10 ആണല്ലേ. 10 കുറയ്ക്കുകയാണ്, സബ്സ്ട്രാക്ട് 10 അല്ലേ. 10 സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 50, സ്റ്റാർട്ടിംഗ് നമ്പർ 50 ആയിരിക്കും. 50 - 10, 50 - 10 40, 40 - 10 30, 30 - 10 20, 20 - 10 10. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തത് ലിസ്റ്റ് റേഞ്ച് 2, 20. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 2, 20 എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം 2 ആയിരിക്കും അല്ലേ. 20 കുറവായിരിക്കും, ലെസ് ദാൻ 20 ആയിരിക്കും അല്ലേ. അപ്പോൾ 2 മുതൽ 19 വരെ 19 വരെ പ്രിൻ്റ് ചെയ്യിക്കും. നമ്മൾ 1, 10 നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ലിസ്റ്റ് റേഞ്ച് 15 എന്തായിരിക്കും? 15. ലിസ്റ്റ് റേഞ്ച് 15. ലിസ്റ്റ് റേഞ്ച് 15 എന്തായിരുന്നു? 15 കുറവായ 15 സംഖ്യകൾ അല്ലേ, 15 നമ്പേഴ്സ്. പക്ഷേ ലെസ് ദാൻ 15 ആയിരിക്കും. 0 മുതൽ, സ്റ്റാർട്ടിങ് ഫ്രം 0, 0 മുതൽ 14 വരെ ഉണ്ടാവും അല്ലേ. 15 കുറവ് വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഞ്ച് ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ഫോർ ലൂപ്സ് ഫോർ ദ റിപ്പീറ്റഡ് ഇൻസ്ട്രക്ഷൻ. ലൂപ്പിംഗ് ആണ് പറയാൻ പോകുന്നത്, അതായത് ആവർത്തിച്ച് ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഫോർ ലൂപ്പുകൾ എന്ന് പറയുന്നത്. When a statement or a group of statements need to be repeated in a program, it can be included in a loop. പ്രോഗ്രാമുകളിൽ ഒന്നോ ഒരു കൂട്ടമോ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവർത്തിക്കേണ്ടി വരുമ്പോൾ അവയെ ലൂപ്പ് എന്നതിൽ ഉൾപ്പെടുത്താം. പൈത്തണിൽ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ലൂപ്പ്. എന്താണ്? എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ പൈത്തൺ ഈസ് കോൾഡ് ഫോർ ലൂപ്പ്. പൈത്തണിൽ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ലൂപ്പ്. ഒബ്സർവ് ദ പ്രോഗ്രാം ഗിവൺ ബിലോ. ഫോർ ഐ ഇൻ റേഞ്ച് 1, 11 പ്രിൻറ്റ് ഐ. ഒരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച്, ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. റേഞ്ച് ഇൻ ബ്രാക്കറ്റ്സ് എന്നാണ് 1, 11 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലെസ് ദാൻ 11 ആയിരിക്കും അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം എന്തായിരിക്കും? ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 to 10 ആയിരിക്കും, കാരണം ലെസ് ദാൻ 11 ആണ്. നമുക്കത് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കിത് ഒരു പുതിയ പ്രോഗ്രാമിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് ഐഡിയയിൽ എടുക്കുക, ഫയലിൽ ന്യൂ ഫയൽ എടുക്കുക. ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ഫോർ ഐ ഇൻ റേഞ്ച്
ഫോർ ഐ ഇൻ റേഞ്ച് 111 എന്നാണല്ലോ പറഞ്ഞത്. 111. ഓക്കെ, പ്രിന്റ് ഐ. ഇവിടെ നമ്മൾ കോളം കൊടുക്കാൻ മറക്കാൻ പാടില്ല അല്ലേ. പിന്നെ റണ്ണ് ചെയ്യുക. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്. ഓക്കെ ടു സേവ് ചെയ്യുക. എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യുക. ഹോമിലോ ഡെസ്ക്ടോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സംതിങ് പ്രോബ്ലം ഉണ്ട്. കാരണം പ്രിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഐൻ്റെ കറക്റ്റ് ആയിരിക്കണം. കാരണം ഇവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻ്റർ കീ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യാം. പൈത്തണിൽ ഓരോ സ്പേസിനും കൃത്യമായിട്ടുള്ള മീനിങ് ഉണ്ട്, ഇല്ലെങ്കിൽ എറർ വന്നു പോകും. ഓക്കെ, അപ്പോൾ 1 to 10 വരെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ മീനിങ്, നമ്മുടെ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് ഐ ആണ് ഇവിടെ പ്രിന്റ് ചെയ്യിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഫോർ ലൂപ്പിൽ ഐ പറഞ്ഞു, ഐ ഡിക്ലെയർ ചെയ്തു അല്ല നമ്മൾ. ഫോർ ഐ ഇൻ റേഞ്ച് 111. ഐ എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഐ. അപ്പോൾ അത് ഐ പ്രിന്റ് ചെയ്യിക്കുക. റേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് 111. 1,11. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, സ്റ്റാർട്ടിങ് 1 ആയിരിക്കും, ലെസ് ദാൻ 11 10 വരെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഹോൾ നമ്പേഴ്സ് ഫ്രം 1 to 10. ഹോൾ നമ്പേഴ്സ് ഫ്രം 1 to 10. In for loop, the print I statement runs when the variable I is given values. ഐക്ക് ഓരോ വാല്യൂസും എന്താണ് ഉണ്ടാവും, ഓരോ വാല്യൂസും ഡിഫൈൻ ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുവാണ്. ഐക്ക് 1 കൊടുക്കും, അപ്പോൾ വാല്യൂ 1 വരും. പിന്നെ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും, I+1, 1 2, I+2 3 4 അങ്ങനെ വരും. ദാറ്റ് മീൻസ് ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഐ ഈസ് ഡിസ്പ്ലേഡ് 10 times. 10 പ്രാവശ്യം എന്താണ്, 10 പ്രാവശ്യം. അപ്പോൾ എന്താണ്, ഈ പ്രോഗ്രാമിന് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഫോർ ഐ ഇൻ റേഞ്ച് 1,11 പ്രിന്റ് ഐ. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു പ്രോഗ്രാമാണ് എന്ത് ഇപ്പം നമ്മൾ ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഫോർ ലൂപ്പിൽ ഐ എന്ന ചരത്തിന് 1 2 3 4 5 7 8 9 10 എന്നീ ഓരോ വിലകളും ഓരോന്നും സ്വീകരിക്കുമ്പോഴും പ്രിന്റ് ഐ എന്ന സ്റ്റേറ്റ്മെന്റ് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഐ എന്നുള്ള ആ ഒരു ചരത്തിന് അല്ലെങ്കിൽ വേരിയബിളിന് എന്താണ്, വാല്യൂസ് മാറി മാറി വരുന്നു, ഇൻക്രിമെന്റ് ചെയ്തിട്ട് വരുന്നു. ഫസ്റ്റ് ഐ 1 ആവുന്നു, +1 2 ആവുന്നു, +3 പ്ലസ് അഗൈൻ +1 3 ആവുന്നു, അഗൈൻ 3 + 1 4 4 + 1 5 അങ്ങനെ വരുന്നു. അതായത് ഇവിടെ 10 പ്രാവശ്യം ഐയുടെ വ്യത്യസ്ത വിലകൾ പ്രദർശിപ്പിക്കുന്നു. അതായത് എന്താണ്, ആവർത്തിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഫോർ ലൂപ്പിനകത്ത് ഉപയോഗിക്കുന്നത്. ആവർത്തിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് മിക്കവാറും ഫോർ ലൂപ്പിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്ത ഒരു പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു ഇവിടെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടുള്ളൊരു നെയിം വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 20 നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് 20 എന്താണ്, പ്രിന്റ് ആമിന. ആമിന എന്നുള്ളത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. അതൊരു ഡബിൾ കോഡ്സിൽ നമ്മൾ കൊടുക്കണം. മനസ്സിലായില്ലേ. എന്നിട്ട് ഫയലിൽ എന്താ റൺ ചെയ്യുക, എന്താ ഔട്ട്പുട്ട് വരും നോക്കാം. ആമിന എന്നുള്ളത് എന്താണ്, എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും ഇത്, എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ആമിന എന്നുള്ളതാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. റേഞ്ച് നമ്മൾ 20 കൊടുത്തു. എത്ര പ്രാവശ്യം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും ഇത്, ഇവിടെ ശ്രദ്ധിക്കുക, 20 പ്രാവശ്യം പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, 20 times. അതായത് ആദ്യ പ്രവർത്തനത്തിൽ, അതായത് പ്രിന്റ് ആമിന എന്ന സ്റ്റേറ്റ്മെന്റിലൂടെ നിങ്ങളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ പരിചയപ്പെട്ടു. യു നോ ഹൗ ടു ഡിസ്പ്ലേ യുവർ നെയിം ത്രൂ ദ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആമിന. പ്രിന്റ് ആമിന എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ നിന്നും ആമിന എന്ന് എന്താണ് സിംഗിൾ, ഒരു പ്രാവശ്യം മാത്രം വന്നു അല്ലേ. വാട്ട് ഇൻസ്ട്രക്ഷൻസ് വിൽ യു ഗീവ്
ടു ഡിസ്പ്ലേ ദ നെയിം 20 ടൈംസ്. ഈ പേര് 20 പ്രാവശ്യം പ്രദർശിപ്പിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൂടുതൽ നൽകേണ്ടി വരിക? തീർച്ചയായിട്ടും ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? ആവർത്തിക്കുന്നതിന് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം അല്ലേ? പ്രിന്റ് ആമിന എന്ന സ്റ്റേറ്റ്മെന്റ് 20 പ്രാവശ്യം ആവർത്തിക്കേണ്ടതുണ്ട്. അതൊരു ലൂപ്പിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ആസ് ദ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആമിന ഇൻ ഡബിൾ കോട്ട്സ് ഹാസ് ടു ബി റിപ്പീറ്റഡ് 20 times, it can be included in a loop. So we can write the program like this. എന്താണ് പ്രോഗ്രാം നമുക്ക് ഓൾറെഡി അറിയാം. ഫോർ I in range 20 colon print in double quotes ആമിന. ഇവിടെ റേഞ്ച് 20 എന്നുള്ള എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 മുതൽ 19 വരെ 19 വരെയുള്ള 20 വിലകളെ സൂചിപ്പിക്കുന്നു. I എന്ന ചരം ഇവയിൽ ഓരോ വില സ്വീകരിക്കുമ്പോഴും പ്രിന്റ് ആമിന എന്ന സ്റ്റേറ്റ്മെന്റ് പ്രവർത്തിക്കുന്നു അല്ലേ? Here, range 20 indicates 20 values such as 0, 1, 2, 3, എന്താണ് 90 വരെ, up to 90. When the variable I is given to each value, the statement print Amina starts functioning. Therefore, when I gets the value 0, the name Amina is printed. When I gets the value 0, എന്താണ് I എന്ന വേരിയബിൾ ചരം 0 എന്ന വില സ്വീകരിക്കുമ്പോൾ ആമിന എന്ന് പ്രിന്റ് ചെയ്യുന്നു. തുടർന്ന് അടുത്ത വില, അതായത് നെക്സ്റ്റ് I is 1, again the name is Amina is printed. We can conclude that the name Amina will be printed when I is given any value within the range. Okay, thus the word is printed 20 times. Okay, ഇങ്ങനെ ഐയുടെ വില ലിസ്റ്റിലെ എന്ത് തന്നെ ആയാലും ആമിന എന്ന് തന്നെയാണ് പ്രിന്റ് ചെയ്യുക. അതുകൊണ്ട് ഈ വാക്ക് ആകെ 20 തവണ പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു പ്രോഗ്രാമും കൂടി ഇവിടെ ഉണ്ട്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നല്ലത്. എല്ലാം കൂടി പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിക്കോളും. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. റേഞ്ച് ഫംഗ്ഷനും ഫോർ ലൂപ്പും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൾ മീ ഓർ ടെക്സ്റ്റ് മീ. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻസ് ഒന്ന് വായിച്ചിട്ട് വരിക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.